അല്പനേരം ചിന്തിക്കാൻ ധ്യാനിക്കാൻ എടുത്തിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15, 16, 17 മൂന്ന് വചനങ്ങളാണ്. അവൻ ഇപ്രകാരം പറയുന്നു: അവൻ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു: ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. കർത്താവേ ശിവശിഹായ്ക്ക് സ്തുതി. ഇവിടെ യേശുവിന്റെ അടുത്ത് ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ അവരെ തടയുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യേശു പറയാണ്, ശിശുക്കളെ തടയരുത്, അവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. നമുക്കറിയാം ഈ ശിശുക്കളുടെ സ്വഭാവം എന്താണ്. അവർക്ക് ആകുലതയില്ല, വ്യഗ്രതയില്ല, നിഷ്കളങ്കരാണ് അവർ. അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതയുമില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് യേശു പറയുന്നത്. അപ്പൊ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ശിശുക്കളെ പോലെ ആകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിഷ്കളങ്കമായ മനസ്സ്, ഒരു ആകുലതയില്ല, വ്യഗ്രതയില്ല, ഒന്നിനെക്കുറിച്ചും ഒന്നുമില്ല. എല്ലാം അവരെ ആശ്രയിക്കുന്ന ആരിലാണോ? ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിശുക്കളെ സംബന്ധിച്ച് അവരവരെ മാതാപിതാക്കളാണ് ആശ്രയിക്കുന്നത്. ഇപ്പം ഇന്ന് നമ്മളും ശിശുക്കളുണ്ടായിരിക്കാം, പ്രായമായവരുണ്ടായിരിക്കാം. നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവരിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു ആകുലതയും ഇല്ലാതെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ന്? അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട്, ആ ദൈവത്തിൽ ആയിരുന്നുകൊണ്ട്, ആ ദൈവം പൂർണ്ണമായിട്ട് നമുക്ക് ഈ ആകുലതകളും ദൈവം ഒത്തിരിയേറെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ആകുലതപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത്രമാത്രം ചോദിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നമുക്കത് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുമില്ല എന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആകുലതയുണ്ട്, വ്യഗ്രതയുണ്ട്, എന്തിനെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരവസ്ഥ, നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഇല്ലേ? പക്ഷെ ഈ വചനത്തിന്റെ കൂട്ടത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ആൾക്കാരെ നമ്മൾ നിർത്തുന്നുണ്ട്. ഈ ശിഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്കിലേക്ക് അനുദിന ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ സാമ്പത്തിക മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ കളറായിരിക്കാം, ഭാഷയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങൾ അനുസരിച്ചായിരിക്കാം. നമ്മൾ എത്ര ആൾക്കാരെ നമ്മൾ എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മൾ ജീവിക്കുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. എൻ്റെ അടുത്ത് വരുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്ര ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. അത് സഭയിലാകാം, സമൂഹത്തിലാകാം, വ്യക്തിപരമായിട്ടാകാം. എവിടെയെല്ലാം നമ്മൾ നോക്കിക്കും, നമ്മൾ മാറ്റി നിർത്തുന്നില്ലേ? അപ്പൊ ഇവിടെ യേശു പറയുന്നുണ്ട്, അവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിലും കൂടെ നമ്മൾ ഇതിനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ എത്രമാത്രം ആൾക്കാർ ഈ ശിഷ്യന്മാരെ പോലെ മാറ്റി നിർത്തുന്നു. ഒരുപക്ഷെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ അവിടെ ഈ കുട്ടികൾക്ക് എന്തിനാണ് ഇവിടെ, എന്ത് കാര്യം ഇവിടെ? ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കാൻ മാറ്റിയത്. നമ്മുടെ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നില്ലേ? ഈ വ്യക്തിക്ക് ഇവിടെ എന്തിനാണ് കാര്യം, എന്താണ് കാര്യം ഇരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, പൂച്ചയ്ക്ക് എന്താ പൊന്നെടുക്കുന്നിടത്ത് കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്ര ആൾക്കാർ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം അവിടെ. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് അവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട് അവിടെ: എന്റെ സഹോദരരെ, മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. അപ്പൊ ഇവിടെ നീ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് പക്ഷപാതമാകാം. അത് എന്തിന്റെ ആണോ അത് ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ആത്മശോധന ചെയ്ത് നോക്കണം. ഞാൻ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, കളറിന്റെ പേരിൽ, അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് എനിക്ക് ഇഷ്ടമല്ല, ആ വ്യക്തിയെ ഞാൻ മാറ്റി നിർത്തുന്നു. അങ്ങനെ മാറ്റപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്നേഹത്തിനെതിരായിട്ടുള്ള തിന്മയല്ലേ നമ്മൾ ചെയ്യുന്നത്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും, അതായത് ആ ഒരു മാറ്റമില്ലാതെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാതെ കണ്ട് ആരായാലും അവരെ സ്വീകരിക്കാൻ ഒരു മനോഭാവം നമുക്കുണ്ടോ? വീണ്ടും പറയുന്നു, ഇവിടെ നോക്കാം നമുക്ക്: നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ. ഇവിടെ ഒരു ഉദാഹരണം പറയാണ്.
നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചു നോക്കണം. ഞാൻ ചെയ്തിരിക്കുന്ന ഏത് രീതിയിലുള്ളതാണ്. ഇതുപോലെയുള്ള മാറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ, മാറ്റി നിർത്തുന്ന അവസ്ഥകൾ ഈ ശിശുക്കളെ യേശുവിന്റെ അടുത്ത് വരാൻ ഈ ശിഷ്യന്മാർ തടഞ്ഞതുപോലെ നമ്മൾ എത്ര പേർ തടഞ്ഞു മാറ്റിയിട്ടുണ്ട്. ഇതായിരിക്കണം ഈ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെ ആ അതിന്റെ ആ വചനം നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാണ്. നമ്മൾ എത്രമാത്രം ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മൾ അവരുമായിട്ട് സംസാരിക്കാതെ ഉണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മുടെ അടുത്ത് വരാൻ പോലും നമ്മൾ സമ്മതിക്കാതെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. എന്റെ സഹോദരരെ, മഹത്വപൂർണ്ണ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ കാഴ്ചവെക്കുന്നതെന്ന് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ആ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ആ മനോഭാവത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞത്. മോടിയായ ഒരു വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് നമുക്ക് അവർക്ക് ഒരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു, അവർക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്നു. നേരെ മറിച്ച് ഒരു ദരിദ്രൻ അല്ലെങ്കിൽ മോശമായ വസ്ത്രം ധരിച്ചു വന്നവരെ മാറ്റി നിർത്തുന്നു. ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഒരു ഭാഷയുടെ പേരില് അല്ലെങ്കിൽ കളറിന്റെ പേരില് അവൻ കറുത്തതാണ്, ഞാൻ വെളുത്തതാണ്, അല്ലെങ്കിൽ സൗന്ദര്യക്കുറവാണ്, സൗന്ദര്യം കൂടുതലാണ്, ഇത്തരത്തിലുള്ള വേർതിരിവ് കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അവർ വിധിക്കുകയല്ല ചെയ്യുന്നത്. അവരിലെ കുറ്റങ്ങൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും അവരുടെ കുറവുകളെ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതായ അവരുടെ കുറവുകളെ നമ്മൾ കണ്ടുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേ വരുന്നത്. നമ്മൾ അവിടെ വിധികർത്താക്കളാകുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, നിങ്ങൾ ആരെയും വിധിക്കരുതെന്നാണ് യേശു പറയുന്നത്. നിങ്ങൾ വിധിക്കുന്ന ആ വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ വിധിക്കപ്പെടുകയാണെന്ന് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ ഇത് ഓർക്കാറുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇങ്ങനെയുള്ളവർ പലപ്പോഴും ഇല്ല. അപ്പൊ നമ്മളിത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. എന്റെ പ്രവൃത്തികൾ അനുദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാപ്പ് അപേക്ഷിക്കാം ദൈവത്തോട്. അങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ അജ്ഞത മൂലമായിരിക്കാം അത് ഇങ്ങനെ ചെയ്തു കൂട്ടിയത്, പാവമാണെന്ന് അറിയാതെ കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അജ്ഞതയുടെ കാലഘട്ടം ദൈവം ഒരിക്കലും ഓർക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മത്തായിയുടെ സുവിശേഷം 18:3 പറയുന്ന പോലെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 18:3 പറയുന്നുണ്ട്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ രാജ്യത്ത് പ്രവേശിക്കില്ല എന്ന്. അപ്പൊ നമ്മൾ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇതിവിടെ ഈ ശിശുക്കളെ പോലെ എന്ന് പറയുമ്പോൾ പോലും നമുക്കൊരു ശിശുക്കളെ പോലെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നുപോലെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് അവിടെ പക്ഷപാതം ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെയൊക്കെ ആ മനസ്സ് ഒരു ശിശുക്കളെ പോലെയുള്ള ഒരു മനസ്സായിട്ട് മാറാൻ വേണ്ടി, മനസ്സുള്ള വ്യക്തികളായിട്ട് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വന്നുപോയ തെറ്റുകളെ ഓർത്ത് നമുക്ക് മനസ്താവപ്പെട്ടുകൊണ്ട് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന് ശിശുക്കളെ പോലെ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിവശായിക്ക് സ്തുതിയായിരിക്കട്ടെ.